നിങ്ങളുടെ വീട്ടിൽ 8-10 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോസ് ഫുൾ ഷോപ്പിംഗ് വ്ളോഗ്സ് ഒക്കെയാണ്. അതായത് 6000-ന് ഫുൾ ടോയ്സ് മേടിക്കുക, അല്ലെങ്കിൽ ഫുൾ ചോക്ലേറ്റ് മേടിക്കുക, അല്ലെങ്കിൽ ഫുൾ സ്നാക്ക് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കുക. അപ്പോൾ ഇതെന്തായാലും ഈ ചെറിയ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ചെറിയ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അവർ കൂടുതലായിട്ട് മേടിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ പാരൻസിനോട് വന്നിട്ട് എനിക്ക് അത് മേടിച്ചാട്ട് ഇത് മേടിച്ചാട്ട് എന്നൊക്കെ പറയും. ചില പാരൻസിന് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരത് മേടിച്ചു കൊടുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികൾക്ക് ഈ പാരൻസ് ശത്രുവായിട്ട് മാറും. അങ്ങനെ ഒരു തോട്ട് അവരെ ഉള്ളിൽ വരും. ഒരു കാര്യം പലപ്പോഴായിട്ട് ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ അതിൽ കമന്റ് ഇടണമെന്ന് വിചാരിച്ചിട്ടുള്ളതാ. പക്ഷേ നമ്മളങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലവർ വന്ന് പറയും നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി ജീവിച്ചൂടെ, അത് അവരുടെ പൈസക്കല്ലേ മേടിക്കുന്നത്. ശരിയാണ്, അവരുടെ പൈസക്കാണ് അവർ മേടിക്കുന്നത്, അവരുടെ മക്കൾക്കാണ് അവർ മേടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പലപ്പോഴായിട്ട് ടൈപ്പ് ചെയ്ത കമന്റ് പകുതി വെച്ച് നിർത്തിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം നോക്കി പോകുന്നതാണ്. പക്ഷേ ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു ചേച്ചിയുടെ വീഡിയോസ് കണ്ട് അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം പാരൻസ് അതിനടിയിൽ വന്ന കമന്റ്സിൽ എത്രത്തോളം പാരൻസ് അവർ കാരണം ഇടങ്ങറാവുണ്ട് എന്നുള്ളത്. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ പാരൻസിന്റെ ഇടങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ആ പാരൻസ് ഒന്നും ഈ കുട്ടിയുടെ വീഡിയോസ് അവരെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാറില്ല. കാരണം ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇങ്ങനെ മേടിച്ചോ, അങ്ങനെ മേടിച്ചോ, അത് മേടിച്ചോ എന്ന് ചോദിക്കണം. കാരണം ഇപ്പോൾ അവരൊന്നും ഈ കുട്ടിയുടെ വീഡിയോസ് ഇവരുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണില്ല പറഞ്ഞിട്ട്. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുട്ടിക്ക് വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഒന്നും ചോദിക്കാറില്ല. പക്ഷേ ഈ കുട്ടിയുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു ദയനീയമായിട്ടുള്ള ഒരു നോട്ടുണ്ട്, അത് കാണുമ്പോൾ ഈ ചേച്ചിയുടെ ചങ്ക് പിടയുണ്ട് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കമന്റ് വായിച്ചപ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ഇവരോട് ഇങ്ങനത്തെ വീഡിയോസ് ഇടരുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ചാനലാണ്, അവരുടെ പൈസക്കാണ് അവർ മേടിക്കുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കാതിരിക്കുക. ഒരു 10 വയസ്സിന് മേലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലത്തെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാവും. പക്ഷേ ഈ 8 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾക്ക് ഈ ഒരു ചാനൽ കാണിച്ചു കൊടുക്കാതിരിക്കുക ഏറ്റവും നല്ലത്.